ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് എങ്ങനെയാണ് വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് നല്ലൊരു നാരങ്ങ അച്ചാർ തയ്യാറാക്കിയെടുക്കാൻ പറ്റുക എന്നൊന്ന് നോക്കാം. വെറും 5 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കിയെടുക്കാവുന്ന സിമ്പിളായിട്ടുള്ള നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ അച്ചാർ ഉണ്ടാക്കാനായിട്ട് 1/2 കിലോയോളം ചെറുനാരങ്ങ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം നമുക്കിതൊന്ന് കഴുകിയിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ ഈ ചെറുനാരങ്ങ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് തീ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റ് ആയപ്പോഴേക്കും ചെറുനാരങ്ങ അത്യാവശ്യം നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇങ്ങനെ വെന്ത് കിട്ടിയ ചെറുനാരങ്ങയുടെ പുറന്തോട് പൊട്ടുന്നതിന് മുൻപ് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് നമുക്കിതിൽ വെള്ളം ഊറ്റിക്കളഞ്ഞ് വെക്കേണ്ടതായിട്ടുണ്ട്. ശേഷം വെള്ളം ഊറ്റിക്കളഞ്ഞ് വെച്ച ചെറുനാരങ്ങയുടെ ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറി വരുമ്പോഴേക്കും നമുക്കവ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഇവിടെ നമ്മൾ ഈ കട്ട് ചെയ്ത ചെറുനാരങ്ങയെല്ലാം ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഏകദേശം 24 മണിക്കൂറോളം ഒരു ദിവസം, അതായത് ഒരു ദിവസത്തോളം നമുക്കിത് ഒരു വശത്തേക്ക് മാറ്റി വയ്ക്കാം. ഇങ്ങനെ മാറ്റി വയ്ക്കുന്ന സമയത്ത് കുറഞ്ഞതൊരു 2 മണിക്കൂർ ഇടവിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഒരു ദിവസം വെച്ചതിന് ശേഷം നമുക്കിത് അച്ചാറുണ്ടാക്കാനായിട്ട് തുടങ്ങാം. അങ്ങനെ ഇവിടെ ഏകദേശം ഈ പറഞ്ഞ 24 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നാരങ്ങയൊക്കെ നല്ലതുപോലെ ഉപ്പൊക്കെ പിടിച്ച് നല്ലൊരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് അച്ചാറിടാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു കടായിയിലേക്ക് 20 ml നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ നല്ലെണ്ണ ചൂടായി തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. കടുകെല്ലാം പൊട്ടിത്തീരുമ്പോഴേക്കും ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി ഈ കറിവേപ്പിലയും കൂടി ചെറിയ തോതിലൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ചേർത്ത് കൊടുത്ത മുളക് പൊടി കൂടി മൂത്ത് ചെറിയൊരു ബ്രൗൺ കളറായി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച നാരങ്ങയാണ്. അതോടൊപ്പം ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു 100 ml വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ശേഷം കുറച്ച് കാന്താരി മുളക് കൂടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പച്ചമുളക് ചേർത്ത് കൊടുക്കണമെന്നുള്ളവർക്ക് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ഏകദേശം ഒരു 10-12ഓളം കാന്താരി മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഈ കാന്താരി മുളക് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇവിടെ ഇപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ചേർത്ത് കൊടുത്ത വെള്ളം തിളച്ച് തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് ഇളക്കാം. വിനാഗിരി ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഇത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ അച്ചാർ ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ കുറേ നാൾ കേടുകൂടാതെ ഉപയോഗിക്കാം. ഇവിടെ ഇപ്പോൾ ഈ അച്ചാറിൻ്റെ ചാറൊക്കെ ചെറിയ തോതിലൊന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒടുവിലായിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് ഇളക്കി കൊടുക്കുക. ഇവിടെ നമ്മൾ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ഇളക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അച്ചാറൊക്കെ ഏകദേശം ഒന്ന് റെഡിയായി. ഇതുപോലെ അത്യാവശ്യം കുറുകി തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ശേഷം ഇതിൻ്റെ ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറി വരുമ്പോഴേക്കും ഈർപ്പമില്ലാത്ത ഒരു ഗ്ലാസ് ജാറിലാക്കി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആഴ്ചകളോളം നമുക്കിത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സിമ്പിൾ നാരങ്ങ അച്ചാർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. അതുപോലെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം.